ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ആദ്യം ഇവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും വെള്ളമയം കാണരുത്. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. 1/2 കപ്പ് പഞ്ചസാരയോട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന്, നമ്മൾ ബീറ്റർ ഉപയോഗിച്ചാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പം ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചുള്ളവർ അങ്ങനെയാണെങ്കിലും ബീറ്റ് ചെയ്താൽ മതി. ഞാനിപ്പം ബീറ്റർ ഉപയോഗിച്ചായതുകൊണ്ട് ബീറ്റർ ഉപയോഗിച്ച് തന്നെയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. വേറൊരു സ്പാച്ചറോ തവിയോ അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിപ്പം ഈ എണ്ണയിൽ ഇതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ സംഭവമാണ് ഞാൻ പറഞ്ഞ ബീറ്ററിൻ്റെ സംഭവം. ഇത് വെച്ച് നന്നായിട്ടൊന്ന് എണ്ണ ഇതെല്ലാം കൊണ്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ 2 കോഴിമുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2 കോഴിമുട്ട ഒട്ടും നനവില്ലാത്തതാണ്. നമ്മൾ ഈ പുറന്തോടെ ഒന്ന് നനവുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളമെങ്ങാനും വീഴാതെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ തന്നെ 2 കോഴിമുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം, ഒട്ടും തണുപ്പ് പാടില്ല. അപ്പോൾ ഞാനിവിടെ 2 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന്, ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്താണ് ബീറ്റ് ചെയ്യുന്നത്. ബീറ്ററിലേക്ക് നമുക്ക് ഈ ഇതുപോലത്തെ 2 എണ്ണമാണ് ഉള്ളത്. നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ സ്ലോ സ്പീഡിൽ നിന്ന് ഇപ്പം 1 to 5 ഇട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ആദ്യം തന്നെ 5 ബീറ്റ് ചെയ്യാൻ തുടങ്ങരുത്. ഞാൻ കഴിഞ്ഞ കേക്കിൻ്റെ റെസിപ്പിയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നമുക്കിന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറിയ രീതിയിൽ ഇതൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഡാർക്ക് ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ക്രീമി പരുവത്തിലാക്കി എടുക്കണം. മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് ബീറ്റായി കിട്ടണം. ഇപ്പം ഞാൻ നല്ല ക്രീമി ആയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ പരുവത്തിൽ നല്ല ക്രീമി ആയിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്കെല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പം 2 തവണ അരിച്ചാണ് വെച്ചിരിക്കുന്നത്. 3ാമത്തെ തവണയായിട്ട് ഇതിലേക്ക് അരിച്ചാണ് ഒന്നുകൂടെ ചേർക്കുന്നത്. നമ്മൾ അരിച്ച് ചേർക്കുന്നത് കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കൂടാൻ വേണ്ടിയാണ്. സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് അരിച്ച് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഞാനിവിടെ ഇതുപോലത്തെ ഒരു അരിപ്പയാണ് യൂസ് ചെയ്യുന്നത്. ഈ അരിപ്പയിലേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് മൈദ അരിച്ചെടുത്തിരിക്കുന്നതാണിത്. ഇത് 1 കപ്പ് ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് മാറ്റിക്കുന്നതുള്ളൂ. ഞാനിവിടെ മെഷറിംഗ് കപ്പ് തന്നെ യൂസ് ചെയ്താണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. നമുക്ക് അരിപ്പയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദയും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത്. സോറി, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. 2 ടേബിൾ സ്പൂൺ അല്ല, 2 ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡർ ചേർക്കേണ്ടത്. ഞാനിവിടെ 1 ടീസ്പൂൺ ആദ്യം ചേർക്കുകയാണ്. ശേഷം ഇനി 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ബേക്കിംഗ് സോഡ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർക്കണോ 1 ടീസ്പൂൺ ചേർക്കണമെന്നൊന്നുമില്ല. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂണും ചേർത്താലും ഒരു കുഴപ്പമില്ല. 1 ടീസ്പൂൺ, നമ്മളിപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്താണ്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ഈ എഗ്ഗിൻ്റെ ഈ ക്രീമി ആയിട്ടുള്ള ഈ മിക്സിയിലേക്ക് നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മാംഗോ കേക്ക് ആണല്ലോ, അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മൾ ഈ മാംഗോ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാൻ. നമുക്ക് മാംഗോ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മാംഗോ പൾപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് മാംഗോ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാംഗോ പൾപ്പ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ മാങ്ങാപ്പഴം മിക്സി ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
1/4 കപ്പ് മാംഗോ പൾപ്പാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇന്ന് മിക്സ് ചെയ്ത് വരുന്ന രീതി. ഇപ്പം നല്ല മഞ്ഞ കളറ് വന്നിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് അരിച്ചിങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ രീതി ഒന്ന് നമ്മൾ ഹൈ സ്പീഡൊന്നും ഇടല്ല, ഒന്നേലിട്ട് ചെറിയ രീതി ഒരു 2 സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ മാത്രം. നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മൾ ഒത്തിരി ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യരുത്. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചാണെങ്കിൽ കറക്റ്റ് 2 സെക്കൻഡോടോ ബീറ്റ് ചെയ്തേക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേക്കിന് നല്ല കട്ടിയായി പോവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു ഹാൻഡ് വിസ്കോ ഉപയോഗിച്ച് വല്ലതും മിക്സ് ചെയ്താൽ മതി. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഞാനിവിടെ ഒരു അല്പം കൂടി നമ്മുടെ മാംഗോ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഹാൻഡ് വിസ്കിന് പകരം ഞാനിവിടെ സ്പാച്ചർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നതിനും ചെറിയ രീതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി മിക്സ് ആക്കാൻ പോകണ്ട. നമുക്ക് നമ്മൾ ഈ 2 സെക്കൻഡ് മറ്റേ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്താണ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ചെറിയ രീതി സൈഡത്തെ എല്ലാം ഒന്ന് എടുക്കുന്ന രീതി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ചെയ്താൽ മതി. ഞാനിവിടെ ഒരു 1/4 കപ്പ് എടുത്ത മാംഗോ ഇതിലേക്ക് ചെറിയ രീതി ഒന്ന് അരിഞ്ഞു വെച്ചിരുന്നതാണ്. ചെറിയ പഴുത്ത മാങ്ങയാണ്. ഇത് ഇതിലേക്ക് ചുമ്മാ ചേർത്ത് കൊടുത്ത് നമുക്ക് കൈ ഉപയോഗിച്ച് ഈ സ്പാച്ചർ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മാംഗോയുടെ നമുക്ക് കടിക്കാനൊരു ഇത് വരാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിച്ചാൽ മതി, സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പം മാംഗോ ഒരു കടി കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ, ചെറിയ രീതി ഒരു ഇതിന് ഇത് കിട്ടാൻ വേണ്ടി. അതുപോലെ നമ്മൾ മാംഗോ പൾപ്പ് ചേർത്തിരിക്കുന്നതിന് നല്ല ഫ്ലേവറാണ്. നമ്മുടെ മുട്ടയുടെ മണമോ സ്മെല്ലോ ഒന്നും ഇതിലേക്ക് വരുകയില്ല. നമ്മൾ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു സ്മെല്ലും മുട്ടയുടെ വരുകയില്ല, ഉറപ്പാണ്. ഇത്ര ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഞാനിവിടെ കേക്ക് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കേക്ക് ടിന് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് ഓയിൽ ആദ്യം സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം മൈദയും കൊണ്ട് കൊട്ടിയെടുത്ത് സൈഡെല്ലാം നന്നായിട്ട് കൊട്ടിയെടുത്ത് അതിനുശേഷം ബട്ടർ പേപ്പർ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചെറിയ ഇതിനിങ്ങനെ ഇതിനിടയ്ക്കത്തെ ബബിൾസ് എല്ലാം ഒന്ന് പോയി കൊട്ടിയെടുക്കാം. ഇത്രയും ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിവിടെ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഓവൻ ഉപയോഗിച്ച് ഉണ്ടാക്കേണ്ടവർക്ക് ഓവൻ ഉപയോഗിച്ച് ഉണ്ടാക്കാം. കുക്കറിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാനിവിടെ കുക്കർ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കേക്ക് ടിൻ ഇറക്കി വെക്കാം. ഞാനിപ്പോൾ കുക്കറിൻ്റെ അകത്തേക്ക് ഈ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാക്കി വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ 40 മിനിറ്റോളം ഏകദേശം വേഗം സമയം വേണം. നമ്മൾ 40 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് എല്ലാം ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊന്ന് വിടിയിപ്പിച്ചെടുത്ത് ഇതിനകത്ത് നിന്ന് എടുക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഈ സൈഡിൽ നിന്ന് വിടിയിപ്പിച്ച് കേക്ക് ട്രേയിലേക്ക് നമുക്ക് ഈ കേക്ക് എടുത്ത് വെക്കാം. കേക്ക് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആണെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നടുക്കൊന്ന് കുത്തി നോക്കുകയോ ചെയ്താൽ മതി. ഒരു ഈർക്കിലിയോ ടൂത്ത് പിക്കോ ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് സൈഡെല്ലാം നമ്മുടെ കേക്ക് നൈഫ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സൈഡെല്ലാം ഒന്ന് വിടിയിപ്പിച്ച് എടുക്കാം. സൈഡിൽ നിന്ന് ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല. നമ്മൾ ഈ സൈഡിൽ നിന്നൊന്ന് ചെറിയ രീതി ഒന്ന് വിട്ടു പോരാൻ വേണ്ടി മാത്രം ഒന്ന് ചെയ്തെടുത്താണ്. സൈഡ് എല്ലാം നന്നായിട്ട് വിട്ടു പോന്നിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് ട്രേയിലേക്ക് മാറ്റാം. നമ്മുടെ കേക്കെല്ലാം ഈ ബട്ടർ പേപ്പറിൽ നമുക്കിനി വിടിയിപ്പിച്ചെടുക്കണം. ഇതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. എൻ്റെ നന്നായിട്ടൊന്നും തണുത്തിട്ടൊന്നുമില്ല, ഞാൻ ചെറിയ രീതിയിൽ തണുത്തപ്പോഴേ ഞാൻ എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ സൈഡിൽ ഇങ്ങനെ വരാൻ കാരണം നമ്മൾ മൈദമാവ് വെച്ചേക്കുന്നുണ്ട്, അത് തന്നെ കൈ കൊണ്ട് തൂക്കുമ്പോഴേ പൊടിഞ്ഞു പോരുന്നതാണ്. ഇനി കേക്ക് നേരെയാക്കാം. ഇപ്പോൾ നമ്മൾ നേരെയാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ല സൈഡൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് ഡെക്കറേഷനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഞാൻ വിപ്പിംഗ് ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മാംഗോ പൾപ്പ് തന്നെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മാംഗോ കട്ട് ചെയ്തെടുത്തതായിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഡെക്കറേഷനൊക്കെ അവനവരുടെ ഇഷ്ടം അനുസരിച്ചാണ് വേണ്ടത്. ഞാൻ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്.
ഡെക്കറേഷന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗാണ് എടുക്കുന്നത്. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഞാനിങ്ങനെ ഒരു ഗ്ലാസ്സിലേക്കാണ് ഈ കൂടിങ്ങിൽ ഇറക്കി വെക്കുകയാണ്. അതിന് ശേഷമാണ് ഈ ഐസിങ് ബാഗിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇറക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ആക്കിയ ശേഷം ഇതിങ്ങോട്ട് താത്തി വെക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു ഹോളും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഇത്ര ഭാഗം ഇങ്ങോട്ട് നമ്മുടെ മാംഗോ വെച്ചുള്ള നമ്മൾ കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ച മാംഗോ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് തേച്ച് കൊടുക്കാം. നമ്മൾ ഇത്ര ഭാഗം മാംഗോ പൾപ്പ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പൈപ്പിംഗ് ബാഗിലാക്കിയ ക്രീം ഉപയോഗിച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് വരച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു ഞാനിവിടെ ഒരു ഇങ്ങനത്തെ കമ്പി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ചെയ്താലും മതി. ഇങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെ വരച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ സൈഡ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് സൈഡ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് സ്റ്റാർ നോസിൽ ഇട്ട് ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്. നമുക്ക് ഇവിടെ മൊത്തം നമ്മൾ റോസാപ്പൂക്കൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ കേക്കെല്ലാം നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ അവനവൻ്റെ താല്പര്യം അനുസരിച്ച് ചെയ്യുക. അപ്പം ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഈ മാംഗോ കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.